നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാതെ ഒരു തരത്തിലും ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ സാധിക്കുന്നതല്ല. സോ ക്ലിയർ ആയിട്ടൊരു ഇൻറ്റൻഷൻ വേണം. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ പല പ്രാവശ്യം പല ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്, പല ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും ഇതുവരെ നേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ഒരു ഗോളുണ്ട്. എന്തുകൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് നിങ്ങളോട് നിങ്ങളുടെ അബോധ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തെ വെറുക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളും അതിനുണ്ട്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാത്തത്. ഇനി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗോൾ സെറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ, എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ്സ്, അതായത് നിങ്ങളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും വിശ്വാസങ്ങൾ നിങ്ങളുടെ ഗോളുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഏറെക്കുറെ നമ്മൾ അതൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അനായാസമായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഗോളും അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ വിശ്വാസങ്ങളും ചിന്തകളും, നിങ്ങളുടെ അബോധ മനസ്സിലുള്ള ചിന്തകളും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവയർനെസ്സുമാണ്. ഈ അവയർനെസ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അനാവശ്യ ചിന്തകൾ, നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ചിന്തകളുണ്ടോ, അവയൊക്കെ മെല്ലെ മെല്ലെ നിങ്ങളുടെ മനസ്സിൽ നിന്നും, നിങ്ങളുടെ അബോധ മനസ്സിൽ നിന്നും മാറിപ്പോവുകയും നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് എഴുതി വയ്ക്കും. ഇങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒന്ന് പരതി നോക്കിയാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല, ഇതൊരിക്കലും നടക്കുന്നില്ല, എൻ്റെ കടം, ഇങ്ങനെ പല തരത്തിലുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം. ഇവയെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ബോധം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലോക്കുകൾ, അതായത് ഈ ലക്ഷ്യം നേടുന്നുള്ള ബ്ലോക്കുകൾ മാറ്റിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലാത്തിടത്തോളം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു, എത്ര സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് അച്ചീവ് ചെയ്യാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.